വൈദ്യുതി വിച്ഛേദിച്ചത് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ ഒപ്പിടാതെ റസാഖിന്റെ കുടുംബം. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്ന് തഹസിൽദാർ ആവശ്യപ്പെട്ടെങ്കിലും റസാഖ് വഴങ്ങിയില്ല. മക്കൾ ചെയ്ത അതിക്രമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. കോഴിക്കോട് കലക്ടർ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി തഹസിൽദാർ വീട്ടിലെത്തിയത്. ലിഡിയ ജേക്കബ് തിരുവമ്പാടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ലിഡിയ, ഇപ്പോൾ തഹസിൽദാർ മടങ്ങിയോ? ഒപ്പിടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു റസാഖും കുടുംബവും? ഒപ്പിടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നിലവിൽ റസാഖും കുടുംബവും തുടരുന്നത്. തഹസിൽദാർ മടങ്ങിയിട്ടില്ല. മറ്റുദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുടുംബവുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഒപ്പിട്ട് നൽകില്ല, സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകില്ല എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. തഹസിൽദാർ മടങ്ങാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും കൃത്യമായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകാതെ മടങ്ങാൻ സാധിക്കില്ല. കാരണം ഇത് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. ജില്ലാ കളക്ടർ ഏൽപ്പിച്ചതാണ് തഹസിൽദാരെ ഇത് കുടുംബവുമായി സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെ കുടുംബവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം യാതൊരു രീതിയിലുള്ള തീരുമാനവും ഇതിൽ ഉണ്ടായിട്ടില്ല. തഹസിൽദാർ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസാഖ് തൻ്റെ മകൻ ഇനി ആക്രമിക്കില്ല, ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് നൽകണം, സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകണം. അതുപോലെ തന്നെ അതായത് മകൻ ചെയ്തതിൽ റസാഖ് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം ആണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നത്. എന്നാൽ അതിൽ ഒരു തരത്തിലും ഒപ്പിട്ട് നൽകാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് റസാഖും കുടുംബവും ഉള്ളത്. അതായത് മകൻ ചെയ്തൊരു തെറ്റിന് എന്തിന് തങ്ങൾ ഖേദം പ്രകടിപ്പിക്കണം എന്ന നിലപാടിലാണ്. അതായത് തങ്ങൾ ഖേദം പ്രകടിപ്പിക്കില്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് റസാഖിന്റെ കുടുംബം പറയുന്നത്. റസാഖും ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ഇത്തരത്തിൽ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ, വൈദ്യുതി വിച്ഛേദിച്ചതിന്റെ പേരിൽ രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ഇതുവരെയായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ റസാഖിന്റെ ഭാര്യ, അതായത് അജ്മലിന്റെ ഉമ്മ നിലവിൽ മെഴുകുതിരി കത്തിക്കുകയാണ്. വീട്ടിൽ വൈദ്യുതി ഇതുവരെയായിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. വെള്ളമില്ല, വൈദ്യുതിയില്ല, പ്രായമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. രണ്ടുപേരും, അതായത് റസാഖും ഭാര്യയും രണ്ടുപേരും വലിയ ദുരിതത്തിൽ തന്നെയാണ്. വലിയ ദുരിതം തന്നെയാണ്. ഇതിന് ദുരിതം തന്നെയാണ്. ഇപ്പൊ കാണുന്നില്ലേ, ഇപ്പൊ രാത്രി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ലൈറ്റ് ഇല്ല. ഇപ്പൊ ഇന്നലെ രാവിലെ കുളിച്ചതാണ്. നമുക്ക് ബാത്റൂമിൽ പോകാൻ വരെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. ഇപ്പോൾ ഒപ്പിട്ട് നൽകില്ല, സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് നൽകില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതെ, അതിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പ്രായപൂർത്തിയായ മക്കളാണ്, ഓല എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൽക്ക് അതിനുള്ള നടപടി പോലീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഓലെ അറസ്റ്റ് ചെയ്ത് പിന്നെ റിമാൻഡിലിട്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ അത് എന്താണെന്ന് വെച്ചാൽ കോടതിയും പോലീസും കണ്ടെത്തും. അപ്പം അതിനുള്ള നടപടി എടുക്കാന്നല്ലാതെ ഞങ്ങൾ സുഖമില്ലാത്ത ഞങ്ങളെ കടത്തിയായിട്ട് ബുദ്ധിമുട്ടാക്കലല്ല വേണ്ടിയത്. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇവിടെ പുറത്തിരുന്ന് നമ്മൾ എൻ്റെ പ്രാർത്ഥന നിർവഹിക്കാനായിട്ട് കയറി വന്ന ഇപ്പോൾ ഈ സമയമായിപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് വരണ്ടേ. അത് തന്നെയാണ് പറയുന്നത്. അതായത് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ വൈദ്യുതി ഇല്ലാത്തതിനെ സംബന്ധിച്ച്, അതായത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉമ്മ കയറി വന്നത്. എന്നാൽ യാതൊരു രീതിയിലും അത് നിർവഹിക്കാനോ അത്തരത്തിലുള്ള ഒരു കാര്യം പോലും നിർവഹിക്കാനുള്ളൊരു സാഹചര്യമല്ല നിലവിൽ. കറന്റ് കണക്ഷൻ കറന്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മെഴുകുതിരി വെട്ടത്തിൽ അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണ് അജ്മലിന്റെ കുടുംബം. എന്തായാലും നേരത്തെ തഹസിൽദാർ അവിടെ എത്തിയിരുന്നു. സത്യവാങ്മൂലത്തിൽ ഒപ്പുവാങ്ങാനായി കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തഹസിൽദാർ എത്തിയത്. പക്ഷെ ഒപ്പുവയ്ക്കില്ല എന്ന നിലപാടിലാണ് റസാഖും അതുപോലെ തന്നെ കുടുംബവും ഉള്ളത്. ഇപ്പോഴും തഹസിൽദാർ അവിടെ തുടരുകയാണ്. കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നത് ആരായാൻ വേണ്ടി അവിടെ തുടരുന്നുണ്ട്. പ്രതിഷേധം ഇന്ന് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും റസാഖിന്റെ വീടിന് മുന്നിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. തിരുവമ്പാടിയിൽ നിന്ന് ലിഡിയ ജേക്കബാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.